എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. ആദർശിന് പല സംശയങ്ങളും തോന്നുവാണ് നയനയെ കുറിച്ചും ദേവയാനിയെ കുറിച്ചും ഒക്കെ. കാരണം നയന ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഒരു പക്ഷേങ്കില് എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കും ഇനി അമ്മ. അതോ ഇനിയിപ്പോ അവര് തമ്മിൽ സ്നേഹത്തിലാണോ എന്നൊരു ചിന്ത ആദർശിന്റെ മനസ്സിനെ അലട്ടുവാണ്. എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കാൻ തന്നെ ആദർശ് തീരുമാനിക്കുകയാണ്. ഈ സമയം അനാമികയുടെയാണ് സമനില തെറ്റിയത്. തിരികെ അനന്തപുരിയിലേക്ക് വന്നു കഴിയുമ്പോ അവിടെ നയനയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വരാൻ പോലും തോന്നില്ല. പക്ഷെ വരാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ്, അനാമിക അനന്തപുരിയിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് ചെന്നപ്പോ അനി അവിടെ ഫോണിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അനാമികക്ക് കട്ട കലിപ്പായി. അനാമിക എന്നിട്ട് പറഞ്ഞു, ഞാനിവിടുന്ന് പോയിട്ട് നീ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും കൂട്ടാക്കില്ല. ഇത്രയ്ക്കുള്ള സ്നേഹം നിനക്ക് എന്നോടുള്ളൂ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അതിന് ഞാൻ ഇറക്കി വിട്ടൊന്നും അല്ലോ നിന്നെ. നീ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ. നിനക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. അതിന് ഞാൻ വന്ന് താലപ്പൊലി എന്തിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അനി പറയണം. എനിക്കറിയാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുവളെന്ന്. നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അവളെ ഇവിടെ വെച്ച് വാഴിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക കട്ട കലിപ്പാണ്. അനിയും വിട്ടുകൊടുക്കാൻ പോയില്ല. നീ ഒന്ന് പോയ ദിവസങ്ങളിലൊക്കെ എനിക്ക് സ്വസ്ഥതയോ സമാധാനം ഉണ്ടായിരുന്നു. വരാതിരിക്കുവായിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, അങ്ങനെ നിന്നെ ഞാൻ സൂചിച്ച് ജീവിക്കാനായിട്ട് വിടുന്നില്ലടാ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു കാരണവശാലും ദേ അവളുമായിട്ട് അടുക്കാൻ നിന്നെ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ദേവേനി നയനെ തങ്ങളുടെ സ്നേഹം പങ്കുവാനായിട്ട് ഇടയ്ക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടും. കാരണം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്താണ് അവർ തമ്മിൽ സ്വകാര്യം പറിച്ചിലും പിന്നെ ചിരിയും കളിയൊക്കെ നടത്തുന്നത്. കാരണം അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട പ്രശ്നമാവുമല്ലോ. പോരാത്തതിന് അനാമയും കൂടെ അങ്ങോട്ട് വന്നു. അനാമയാണെങ്കിൽ 10 ചെവിയും കുറിപ്പിച്ച് ഇങ്ങനെ എപ്പോഴും ആരെന്താ ചെയ്യണമെന്ന് ഓർത്ത് ഇങ്ങനെ നടക്കുക. അപ്പൊ അനാമയെ കണ്ണു വെടിച്ച് അവർക്ക് തമ്മിൽ സംസാരിക്കാനായിട്ട് അവസരങ്ങളും വളരെ ചുരുക്കമായിരുന്നു. എന്നാലും കിട്ടിയ സമയം അവർ നന്നായിട്ട് വിനിയോഗിച്ചു. ആദർശനാണെങ്കിലോ ഈ നായനയുടെ പെരുമാറ്റത്തിൽ പല സംശയങ്ങളും തോന്നി. മുമ്പത്തെ പോലെയല്ല. അതുപോലെ തന്നെ ദേവേനയുടെ കാര്യത്തിലും അമ്മ അത്രയ്ക്ക് അങ്ങോട്ട് നയനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, എവിടെ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നി. പക്ഷെ ആദർശ് അത് കണ്ടില്ല കേട്ടില്ലെന്ന് അടിച്ച് അങ്ങോട്ട് പോവാണ്. കാരണം ഇത് എത്ര വരെ പോകുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ താൻ മനസ്സിൽ കരുതുന്ന പോലെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അധികം വൈകാതെ തന്നെ തിരിച്ചറിയണം. അതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ തന്നെ തീരുമാനിക്കുകയാണ്. ആ സമയം നന്ദുവിന് ട്രെയിനിങ്ങിന് പോകാനുള്ള സമയമായി. അപ്പൊ ആദ്യത്തെ തവണ പോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ രണ്ടാമത്തെ തവണ ട്രെയിനിങ്ങിന് പോകാനുള്ള ചാൻസ് വരുവാണ്. അപ്പൊ തീരെ അടുത്ത് വന്നപ്പോഴത്തേനും നന്ദുവിന് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വിഷമം. പിന്നീട് അനിയെ വിളിക്കുവാണ്. അനിയെ വിളിച്ചിട്ട് ട്രെയിനിങ്ങിന് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയണം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ പറയണം. പിന്നെ അനി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്ദുവിന് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം മുമ്പ് വാക്ക് കൊടുത്തിരിക്കുന്ന നീ എപ്പോ വിളിച്ചാലും ഞാൻ നിന്നെ കാണാൻ വന്നോളാന്നൊക്കെ. പിന്നീട് നന്ദുവിനെ കാണാനായിട്ട് അനി വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ച് സമയം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. നന്ദുവിന് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. അപ്പൊ അത്രയും നാള് ഇടയ്ക്കൊക്കെ നന്ദുവിനെ ഒന്ന് കാണാൻ പറ്റുന്ന അവസരമായിരുന്നു. അതില്ലല്ലോ എന്ന് ഓർത്തപ്പോ ഒരു വിഷമം. പിന്നീട് നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടൊരു മടങ്ങി വരവുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ആ വരവിനായിട്ട് ഞാൻ കാത്തിരിക്കണേന്ന് പറയണം. പിന്നീട് നന്ദു പറഞ്ഞു, ഇനി വരുമ്പത്തേനും അതേ അനാമികമായിട്ട് നല്ലൊരു ജീവിതം എനിക്കുണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് അനി എതിർക്കുവതേ. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചോണ്ട് നീ പോവണ്ട. ഒരിക്കലും അങ്ങനെ സംഭവിക്കാനൊന്നും പോകുന്നില്ല. നിനക്കറിയാലോ എന്റെ മനസ്സിന്റെ ഒരു കോണി പോലും അവളില്ല. ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ പറയാം. അത് കേട്ടപ്പം നന്ദുവിന് ഭയങ്കര വിഷമായി. നന്ദു മനസ്സിൽ ആഗ്രഹിക്കുന്ന അനിയോടൊപ്പം ഒരു ജീവിതമായിരുന്നു. പക്ഷെ കിട്ടില്ല എന്നറിഞ്ഞിട്ടും ആ പൂജാരി പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ നന്ദുവിന്റെ മനസ്സിലുണ്ട്. അത് ഒരു പ്രതീക്ഷയായിട്ട് നന്ദുവിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ അത് അനിയോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അനാമികയായിട്ടൊരു നല്ല ജീവിതം ജീവിക്കാനല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ താൻ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവെന്ന് നന്ദുവിനറിയാം. തന്റെ ചേച്ചിമാരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് അറിയാം. അതുകൊണ്ടാണ് നന്ദു അങ്ങനെയൊക്കെ പറയണേ. അങ്ങനെ അവർ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് നന്ദു വീട്ടിലേക്ക് വരുന്നത്. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം നന്ദുവിന് നയനെ കാണണമെന്നുണ്ട്. നയനെ കാണാനായിട്ട് അനന്തപുരിയിലേക്ക് ചെല്ലണമെന്നുണ്ട്. അങ്ങനെ നന്ദു ഈ കാര്യം വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കമലയും ഗോവിന്ദനും എതിർപ്പൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. ദേവയാനി അവിടെ ഫുൾ സപ്പോർട്ടുമായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട. പിന്നെയുള്ള ജലജൻ ജാനകി അല്ലേ, ദേവയാനി സപ്പോർട്ടായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് പറഞ്ഞു, മോള് പോയിട്ട് വരാനൊക്കെ പറയാണ്. പക്ഷേങ്കില് ഈ സമയം നവ്യ ഒരു തീരുമാനം എടുത്തു. കാരണം നന്ദു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവൾ അവിടെയുണ്ട്, അനാമിക എന്ന് പറയുന്നവള്. അവൾക്കൊട്ടൊരു പണി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പണി തന്നെ വേണം കൊടുക്കാനായിട്ടെന്ന് കരുതുകയാണ്. പിന്നീട് ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അവസാനമാണ് ആ ഒരു കാര്യം ഓർമ്മ വന്നേ. പിന്നീട് അനാമികനെ ഫോൺ ചെയ്യുവാണ്.
നവ്യ. നവ്യ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ അനാമി ചോദിച്ചു, എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു കഴിയാൻ പറഞ്ഞു, അതെ എന്റെ അനിയത്തി നന്ദു നാളെ ട്രെയിനിങ്ങിന് പോവാ, അപ്പൊ ഇന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയാം, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്ത് ചെയ്യണമെന്നോ? അവൾക്ക് നല്ലൊരു ട്രീറ്റ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയാ. ട്രീറ്റ് കൊടുക്കാൻ ഞാനാ? നല്ല കഥയായി. അതെ, നീ ട്രീറ്റ് കൊടുത്തേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ ഈ നവ്യ ആരാന്ന് നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാ. നിനക്ക് അനന്തപുരിയെ പിടിച്ചു നിൽക്കണമെന്നുണ്ടോ? അനിയുടെ ഭാര്യയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ നന്ദുവിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ടത് അവൾക്ക് ദേഷ്യമായി. പിന്നെ എന്നെ കൊണ്ടും പറ്റില്ല, അല്ലെങ്കിൽ തന്നെ അവൾ എന്റെ ശത്രു, അവളിങ്ങോട്ട് വരട്ടെ, അവളെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയാം. ആണോ? എന്നാ നീ ഒരു കാര്യം തീരുമാനിച്ചോ, പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോ അനന്തപുരിന്ന് ഇറങ്ങാനായിട്ട്. നിന്നെ കുറിച്ചുള്ള പല സത്യങ്ങളും എനിക്കറിയാം, ഞാൻ അതല്ല എല്ലാവരുടെ അടുത്തങ്ങ് പറയാൻ പോവാന്ന് പറയാം. ഇത് കേട്ടത് അനാമിക ഒന്ന് ഞെട്ടി. അനാമിക ഒന്ന് പത്തി താഴ്ത്തി. പിന്നീട് അനാമിക പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാ. അവസാനം അനാമിക ചെയ്യാന്ന് പറയാണ്. പിന്നീട് നന്ദു അനന്തപുരിയിലേക്ക് വരുവാണ്. നന്ദുവിനെ കണ്ടതും താനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴേക്കും ആദർശും ദേവേനെ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. ദേവേനെ ഇങ്ങനെ നോക്കുക മാത്രം ചെയ്യുള്ളൂ, കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. പിന്നീടാണ് നയന പറഞ്ഞ്, അതെ നന്ദു ട്രെയിനിങ്ങിന് പോവാമേ, അതുകൊണ്ട് പറയാൻ വന്നാന്നൊക്കെ പറയാണ്. ഇത് കേട്ടും ദേവേനെ പറഞ്ഞു, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ആദർശ് പറഞ്ഞു, അമ്മ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെയൊക്കെയാണോ പറയണേ എന്നൊക്കെ പറയാണ്. നന്ദുവിന് അറിയാലോ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നന്ദു പതുക്കെ ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അമ്മായിമ്മയുടെ മരുമകളുടെ സ്നേഹം അവിടെ വെച്ച് താൻ കണ്ടാന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാം. ഇനിയിപ്പം ഇവിടെ വെച്ച് അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കണേന്ന് പറയാം. അതുകൊണ്ട് പിന്നെ നന്ദുവിന് ആ കാര്യത്തിൽ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടുപോയത് അനാമികയാണ്. അനാമികയാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണം നടത്തില്ല. അപ്പൊ നന്ദു വന്നത് പ്രമാണിച്ച ദേവേന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദർശനോട് പറഞ്ഞു, അല്ല അവള് പോവാന്നല്ലേ പറഞ്ഞേ, ഇനിയിപ്പോ ഒരു കുറവ് വേണ്ട, ആഹാരമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താലാം. നമ്മുടെ വീട്ടിൽ വന്ന് ഇനിയിപ്പോ ട്രീറ്റ് ചെയ്തില്ല എന്ന് വേണ്ട, ഇനിയിപ്പോ നിന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയാണ്. അപ്പോഴും ആദർശന് സംശയമായി, തന്നെ പഴിചാരി അമ്മ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, അതും നയനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് അർത്ഥം എന്താ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വന്നു. പിന്നെ ആദർശ് കൂടുതലായിട്ടൊന്നും ചോദിക്കാനായിട്ട് പോയില്ല. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചു. കഴിക്കുന്ന സമയമായി കഴിഞ്ഞപ്പോഴത്തേനും അനാമിക അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം നന്ദു എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു, അതെ ഞാൻ വിളമ്പി തരാന്ന് പറയാണ്. ഒരു നിമിഷം നന്ദു നയനക്കെല്ലാം ഞെട്ടിപ്പോയി. എന്താ അനാമിക നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കുവാണ് നയന. അത് പിന്നെ ഞാൻ നന്ദുവിന് വിളമ്പി കൊടുത്താളാം, അവള് ട്രെയിനിങ്ങിന് പോയല്ലേ, ഇത്ര നാളും എനിക്ക് അവളുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല. എന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും ദേഷ്യവും ഒക്കെ പോയെന്ന് പറയാണ്. അത് കേട്ടോ അത്ഭുതത്തോട് കൂടിയിട്ട് അനിയൻ നോക്കുവാണ് അനാമികനെ. ഇവളെന്തോ പുതിയ പ്ലാനുമായിട്ടും പദ്ധതിയായിട്ട് വന്നിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം. അതേപോലെ അനാമിക കട്ടക്കരിപ്പാണ്. കാരണം അനിയിരുന്ന് ഫുഡ് കഴിക്കുന്നു, അതിന്റെ അടുത്ത് തന്നെ ആദർശിരിക്കുന്നു. അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. താനാണ് ഇവിടെ ഇരിക്കണ്ടേ, ഇപ്പുറത്ത് അവള് കയറി ഞെളിഞ്ഞു കയറി ഇരിക്കുക. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവളെ സൽക്കരിച്ച് വിട്ടില്ലെങ്കിൽ അത് തനിക്കിട്ട് ഭാര്യയായിട്ട് വരും. അന്ന് അവ്യപ്പിശാച്ച് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്ന അവളുടെ ഉത്തരവ് അനുസരിച്ചില്ലെങ്കിൽ തനിക്ക് അനന്തപുരിയിൽ നിന്ന് പെട്ടിയും പ്രമാണം എടുത്തോണ്ട് പോകേണ്ട വരും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സഹിയായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് അനാമിയോട് ഞാൻ വിളമ്പി തരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദുവിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുക. ഇത് കണ്ടതും ആദർശ് പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, അത്ഭുതം അടക്കിയതല്ലോ, ഇന്നലെ വരെ ബന്ധുശത്രുക്കളെ പോലെ കഴിഞ്ഞവര് ഇന്ന് മിത്രങ്ങളായെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ലാന്ന് പറയാണ്. ശത്രുതയില്ല, പിന്നെ എന്റെ പുറകെ നടന്ന് വെല്ലുവിളിച്ച് ഉപദ്രവിക്കുകയോ ചെയ്തോണ്ടിരുന്ന ആരാ? അനാമികയല്ലേ. പിന്നെ എന്നെ കൊല്ലാൻ വരെ നോക്കി, അതുവരെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞ, അതങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് എന്നോടുള്ള വിരോധം ഒന്നും മനസ്സിൽ വെച്ചോണ്ട് പോകണ്ട എന്നൊക്കെ അനാമിക പറയണം. നന്ദു കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നന്ദു കൊണ്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും അനിയും കൂടെ വന്നു. അനി നന്ദുവിനെ ഒന്ന് നോക്കി. നന്ദുവിന് നോക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാരും നിൽക്കുന്ന സമയത്ത് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാരും എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് അനാമിക അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നന്ദു പിന്നെ എല്ലാവരുമായിട്ട് യാത്ര പറഞ്ഞ് അങ്ങനെ ഇറങ്ങുവാണ്. നന്ദു പോയി കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. ഈ സമയം നയനെ ഓർത്തി ഇവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഓർക്കണം. അനാമയ്ക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതെന്താന്ന് മാത്രം മനസ്സിലായില്ല. പിന്നീട് അനാമയ കട്ടക്കലിപ്പിന് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അതിനുശേഷം രേവതിനെ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അമ്മ അവളുണ്ടല്ലോ, ആ നന്ദു എന്ന് പറയുന്നവൾ ഇന്ന് വന്നു, അവൾക്ക് ആ ഫുഡ് വരുമ്പോ വിളമ്പി കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നൊക്കെ പറയണം. അല്ല മോളെ നീ എന്തിനാ അവളെ ട്രീറ്റ് ചെയ്തെന്നൊക്കെ ചോദിക്കണം. പിന്നീട് കാര്യങ്ങൾ പറയണം. നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ഇത് കുറച്ച് കഷ്ടമായല്ലോ മോളെന്ന് പറയണേ. എന്ത് ചെയ്യാനാന്ന് പറ, ഇവിടെ പിടിച്ചു തന്നല്ലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറയാ, എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചാന്ന് പറയണം. ഇത് കേട്ടതും
രേവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ ആ നയനെന്ന് പറയുന്നത് അവിടെ നിന്ന് ഓടിക്കാൻ നോക്കും, ഒറ്റ ഓണത്തിന് അവിടെ നിർത്തല്ലെന്ന് പറയണം. മോളായിട്ട് എന്തേലും ഒരു കാര്യം കണ്ടെത്തണമെന്ന് പറയാം. അമ്മ എന്ത് കണ്ടെത്താനായിട്ടാ, മോളായിട്ട് എന്തേലും ചെയ്യുക, ഇനി അത് മാത്രം മാർഗുള്ളൂ. പിന്നെ എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ളയാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കലെന്ന് പറയണം. അവളുടെ തലയിൽ എന്തൊക്കെ കുറ്റം കെട്ടിവെക്കാവോ അതെല്ലാം കെട്ടിവെക്കുക, മനഃപൂർവ്വം ഒരെണ്ണൊക്കെ ഉണ്ടാക്കാൻ പറയണം. ഇനി ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ വഴിയുള്ളെന്ന് പറയണം. ഒരു കാരണവശാലും അവൾ അവിടെ ഇനി വാടില്ലെന്ന് പറയണം. ഇത് കേട്ടതും അനാമി പറഞ്ഞു ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുമോന്ന് അറിയത്തില്ല, കാരണം അറിയാലോ ആ നബി എന്ന് പറയുന്നവളെ പോലെ അല്ല ഇവള് ഇച്ചിരി ബുദ്ധി കൂടിയ സൈസാണ് ഈ നയനെന്ന് പറയുന്നവള്. പോരാത്തേന് അവളുടെ ഭർത്താവ് ഫുൾ സപ്പോർട്ടായിട്ടുണ്ട് താനും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു നിന്നെ കൊണ്ട് സാധിക്കും മോളെ എന്നൊക്കെ പറയണം. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്ക് കട്ടക്കലിപ്പായി. അനാമയ ഫുഡ് പോലും കഴിച്ചില്ല, കാരണം ആ ഒരു ദേഷ്യമായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ. അവള് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നനിയുടെ നോട്ടം മട്ടും ഭാവമൊക്കെ കാണായിരുന്നു. ഒരിക്കലും താനിത് പ്രതീക്ഷയില്ല തനിക്കിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്നുള്ള കാര്യം. പിന്നീട് പതിവ് പോലെ നയന കമ്പനിയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം ദേവേനോട് ഇന്ന് യാത്ര പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും അവിടെ നിന്നുകൊണ്ട് യാത്ര പറയാനൊന്നും പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്യുവാണ്, നയനെ അങ്ങോട്ട് പോകാൻ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആദർശം മുമ്പേ അങ്ങോട്ട് പോയി. നയനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയുമ്പോൾ ദേവേനെ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നയനെ കൈ പൊക്കി കാണിക്കുകയാണ്. ദേവേനെയും കൈ വീശി കാണിച്ചു. അപ്പോഴാണ് ആദർശം തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേനും ദേവേനെ കൈ വീശി കാണിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ആദർശന് സംശയം. ആദർശം എടുത്തു താനും കൂടി തിരിഞ്ഞായിരുന്നു, തന്നെയല്ല കാണിച്ചേ, അപ്പൊ ഇനി നയനെയാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഇവര് തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് ഓഫീസിലേക്ക് പോയി. ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോവാണ്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ആദർശ് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ദേവേനയും നയനയും കൂടെ രണ്ടുപേരും കൂടെ തോളത്ത് കൈയിട്ട് അവിടെ ഒന്ന് പൊട്ടിച്ചെടുത്ത് സംസാരിക്കുന്നത്. ആദർശിനെ ഇവര് കണ്ടില്ല, പക്ഷെ ആദർശ് കണ്ട് ഈ കാഴ്ച. ഇത് കണ്ടപ്പോ ആദർശിന് ഒരു കാര്യം മനസ്സിലായി, താൻ പറ്റിക്കപ്പെടുകയായിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാ. അതാണ് അമ്മ മരുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്നുള്ള സത്യം ആദർശ് തിരിച്ചറിയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.